എപ്പോഴും പെൺമക്കളെ ഒരു താഴ്ത്തി കാണുന്ന ഒരു സ്വഭാവം ചില കുടുംബത്തിലെങ്കിലും ഉണ്ട്. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു പെണ്ണ് കണ്ടിട്ട് പോന്നപ്പം അമ്മ പറഞ്ഞോ പറ്റൂലെന്ന്. ഇതേ കാരണം എന്താ, വരാൻ ഒരാങ്ങളല്ല, എന്താ 3 പെൺകുട്ടികളാ, ഇതാപ്പ നിയമോ. അവസാനം ഇളയതിനാണോ കെട്ടാൻ വിചാരിച്ചു പറഞ്ഞ എന്തായാലും വേണ്ട, എന്താ ഓളമ്മന്റെ പാരമ്പര്യം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമൊക്കെ ഒക്കെ പെണ്ണെന്നെയായിരിക്കും. ഇതൊക്കെ ആരാ പറയുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക്? ഖുർആന്റെ നടുക്കണ്ടങ്ങൾ. ഒരു വക്തും തെറ്റാണ്ട് നിസ്കരിക്കുന്നവര്, നോമ്പ് വിൽക്കുന്നവര്, ഓളമ്മന്റെ പാരമ്പര്യം കിട്ടും, ഒക്കെ പെണ്ണായിരിക്കും, എനിക്കൊരു ആൺകുട്ടി വേണം. ഇതൊക്കെയാണ് പല കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ കുടുംബത്തിലും നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയർ. നിസ്കാരപ്പായ നമ്മട്ട് ഇതിനെക്കൂടെ ആ മുസല്ലി തസ്ബീഹാലായിട്ട് അവിടെ തന്നെ അങ്ങോട്ട് കൂടും. ഇതൊക്കെ ആരെ കാണിക്കാനായി ഈ വേഷം കെട്ടലൊക്കെ? ദുനിയാവിൽ 4 ആളെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മരണം എളുപ്പാക്കാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പടച്ചോന്റെ സർട്ടിഫിക്കറ്റാ കിട്ടേണ്ടി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബ് സർട്ടിഫിക്കറ്റ് തന്ന മരണവും എളുപ്പ, ആഹറവും എളുപ്പ, ഖബറും എളുപ്പ, മഹ്ശറും എളുപ്പ. ആ സർട്ടിഫിക്കറ്റ് നേടാൻ ഒരു മുഅ്മിന് പരിശ്രമിക്കേണ്ടത്. നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്കൊക്കെ. പകരത്തിന് പകരം കെട്ടിക്കാനുള്ള അല്ല കല്യാണം. അല്ലെങ്കിൽ നമ്മളെ ഒരു വാക്കിന്റെ പേരിൽ, നാളെ ഞാനൊരു ചെറുപ്പക്കാരനെയും പെൺകുട്ടീനെയും കണ്ടു, രണ്ടാളും മനസ്സ് വെറുത്ത് ജീവിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിക്കാഹിന്റെ മുൻപ് പറഞ്ഞുകൂടെ എന്നാല്? അപ്പൊ പറഞ്ഞു, വല്യമ്മന്റെ പൂതിയായിരുന്നു തറവാട്ടിലേക്ക് കെട്ടിക്കണം എന്നുള്ളത്. വല്യമ്മന്റെ പൂതിക്ക് പേരക്കുട്ടീനെ കുരുതി